മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 11-12 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? സ്വർഗത്തിൽ നിന്നൊരു സ്വരമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഉടനെ ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് ആനെ നയിച്ചു എന്ന് സുവിശേഷം വ്യക്തമാക്കി പറഞ്ഞു തരിക. എന്തിനു വേണ്ടിയാണ് മരുഭൂമിയിലേക്ക് ആത്മാവ് ഈശോയെ നയിച്ചത്? ഉടനെ നയിച്ചു എന്നാണ് സുവിശേഷം വ്യക്തമാക്കി പറഞ്ഞു തരിക. കാരണം മരുഭൂമിയിൽ വെച്ചാണ് പുത്രൻ്റെ പുത്രത്വം കൂടുതൽ വെളിവാക്കുന്നത് മരുഭൂമി അനുഭവത്തിലൂടെയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ പുത്രനാണ്, പുത്രികളാണ് എന്ന് വ്യക്തമാക്കി നമുക്ക് മനസ്സിലാക്കി തരുന്ന നമ്മുടെ ജീവിതത്തിലെ മരുഭൂമി അനുഭവങ്ങളിലൂടെയാണ്. നമ്മുടെ ജീവിതത്തിലെ മരുഭൂമി അനുഭവങ്ങളിലൂടെ ഞാൻ കർത്താവിൻ്റെ പുത്രനാണ്, കർത്താവിൻ്റെ പുത്രിയാണെന്ന് വ്യക്തമാക്കി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മരുഭൂമി അനുഭവങ്ങൾ ധാരാളമുണ്ട്. സഹനങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്. ഈ അവസ്ഥയിലെല്ലാം ഞാൻ കർത്താവിൻ്റെ കൂടെ നിൽക്കേണ്ടവനാണ്, കർത്താവിൻ്റെ പുത്രനാണ്, പുത്രിയാണെന്ന് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ നമ്മൾ വെളിവാക്കാൻ ഇടയാകട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ വചനം നമുക്കൊന്ന് ഭക്ഷിക്കാൻ സാധിക്കട്ടെ.